അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ദുറൂസുൽ അഖായിദയാണ്. നമുക്ക് പാഠത്തിലേക്ക് നോക്കിയാലോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അൻഅമ അലൈനാ വഹദാനാ ലിൽ ഇസ്ലാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദി അർഷദന ഇലാ സുബിലിസ്സലാം വഅല ആലിഹി വസഹ്ബിഹി വത്താബീന ലഹും ബിഇഹ്സാനിൻ ഇലാ ആഖിറിൽ അയ്യാമി അമ്മാ ബഅദ്. അൽ വഹ്ദത്തുൽ ഊല, പാഠം 1. എന്താണ് ഹെഡിങ് നോക്കാം. അഫില്ലാഹി ശക്കും, അള്ളാഹുവിൽ സംശയിക്കുന്നുണ്ടോ, അള്ളാഹുവിൽ സംശയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളുമെല്ലാം കുറിച്ച് പറയുന്ന ഒരു പാഠമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. മദ്രസയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. ഉസ്താദും കുട്ടികളും ആവേശത്തോടെ ക്ലാസ്സിലെത്തി. ബോർഡിൽ തെർമോക്കോൾ കൊണ്ട് അതിൽ സുന്ദരമായി എഴുതി വച്ചിരിക്കുന്നു: മർഹബൻ അഹ്ലം വസഹ്ലം ബിക യാ ഗാലി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഉസ്താദ് കുട്ടികളോട് അന്വേഷിച്ചു. കുട്ടികൾ: ഞങ്ങൾക്കറിയില്ല ഉസ്താദ്, ഞാനൊരു സാധ്യത പറയാം. കഴിഞ്ഞ നബിദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ചു തെർമോക്കോൾ നമ്മുടെ പഴയ കെട്ടിടത്തിൽ ബാക്കി ഉണ്ടായിരുന്നു. പല സമയങ്ങളിലായി ഉണ്ടായ കാറ്റുകൾ കാരണമായി അവ പല കഷ്ണങ്ങളായി. ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് മുറിഞ്ഞു വീണത്. കുറേ പശകളും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും കാറ്റടിച്ചപ്പോൾ അക്ഷരങ്ങളിൽ പശ പറ്റിപ്പിടിച്ചു. കാറ്റിനനുസരിച്ച് അവയിൽ ചിലത് ക്ലാസ് മുറിയിലെത്തി. അവ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചു. അത് മർഹബൻ അഹ്ലം വസഹ്ലം ബിക യാ ഗാലി എന്ന വാചകമായി. ഇത് കേട്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു. അവർ ഒന്നിച്ചു പറഞ്ഞു: ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഉസ്താദ്: എന്തുകൊണ്ട്? അപ്പോൾ കുട്ടികൾ: അതെങ്ങനെ ഉസ്താദേ, വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ? അപ്പോൾ ഉസ്താദ്: ശരിയാണ്, സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? കുട്ടികൾ നിശബ്ദരായി. ഉസ്താദ് തുടർന്നു: ഇവിടെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനു പിന്നിൽ ഒരു ആസൂത്രകൻ വേണം, ശരിയല്ലേ? കുട്ടികൾ: തീർച്ചയായും. കുട്ടികൾ ഒന്നിച്ച് പറഞ്ഞു. എങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഇങ്ങനെ എന്തെല്ലാം. നമ്മുടെ ഗാലക്സിയിൽ മാത്രം നൂറുകണക്കിന് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു സെക്കൻഡിൽ 2 നക്ഷത്രം എന്ന തോതിൽ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഈ നക്ഷത്രങ്ങൾ എണ്ണിത്തീരാൻ മാത്രം ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. എന്നാൽ ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികൾ തന്നെ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയാൻ സാധിക്കുമോ? അല്ലാഹു തആല പറയുന്നു: ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. എന്താണ് അതിൻ്റെ സാരം കൊടുത്തിട്ടുള്ള അർത്ഥം? നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്താണ്? നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി പയർവിത്തിൻ്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ്
രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. എന്താണ് കഴിവ് അല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീൻ വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവയെല്ലാം യാദൃച്ഛികമായി ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാനൊക്കുമോ? ഇവയെല്ലാം ഒരു സൃഷ്ടാവുമില്ലാതെ ഉണ്ടായതാണോ? അതല്ല മനുഷ്യർ തന്നെയാണോ സൃഷ്ടാക്കൾ? രണ്ടുമല്ല. പിന്നെ ആര്? പ്രപഞ്ചേതരനായ അല്ലാഹു തആലയാണ്. ആരാണ്? പ്രപഞ്ചേതരനായ അല്ലാഹു തആലയാണ് ആകാശഭൂമികൾ സംവിധാനിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫില്ലാഹി ശക്കും ഫാത്തിരിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല ചോദിച്ചിട്ടുള്ളത്. അടുത്തത് നമുക്ക് തദ്രീബാത്ത് നോക്കാം. നുക്കമ്മിലു വനക്തശഫി മിനൽ ഖുർആൻ. ഖുർആൻ എന്നുള്ളതായ ഈ ആയത്ത് പൂർത്തീകരിക്കാനാണ്. ഇതിൻ്റെ പാഠത്തിൽ പറഞ്ഞിട്ടുള്ള 3 ആയത്തുകളാണിത്. നമുക്ക് നോക്കാം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ല ആയാത്തിൽ ലി ഉലിൽ അൽബാബ് എന്നാണ് ഈ ആയത്ത്. അടുത്ത് നോക്കാം. വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീന വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ. പിന്നെ അടുത്ത ആയത്ത് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർള്. ഇത് വൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ ആയത്ത് ഇന്ന ഫീ ഖൽഖി സമാവാത്തി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ല ആയാത്തിൻ ലി ഉലിൽ അൽബാബ്. അത് എഴുതി കൊടുക്കേണ്ടത് വൽ അർളി തൊട്ടിട്ട് ല ആയാത്തിൻ വരെയാണ്. ശരിക്കും നോക്കിയിട്ട് വൃത്തിയിൽ എഴുതുക. രണ്ടാമത്തെ ആയത്ത് വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീന വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്നാണ്. അത് ലിൽ മൂഖിനീന് തൊട്ട് അഫല വരെ എഴുതി കൊടുക്കുക കേട്ടോ. അവസാനത്തത് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർളി എന്നുള്ളതാണ്. അത് ഷക്കും തൊട്ടിട്ട് സമാവാത്തി വരെ എഴുതി കൊടുക്കുക. അടുത്തത് ഉത്തരം എഴുതാനാണ്. ചോദ്യം നോക്കാം. സൃഷ്ടാവ് അല്ലാഹു തആലയാണെന്നതിന് ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്? സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, മനുഷ്യൻ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് അറിയുന്നതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. എല്ലാത്തിൻ്റെയും സംവിധായകൻ അല്ലാഹു തആലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ. അങ്ങനെ ഇതുപോലെ വൃത്തിയിൽ എഴുതി കൊടുക്കട്ടോ. അടുത്ത ചോദ്യം നോക്കാം. എല്ലാം സംവിധാനിച്ചത് അല്ലാഹു തആലയാണെന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. പാഠഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇവിടുന്ന് തൊട്ടാണ് ഈ അടയാളിട്ടത് തൊട്ട്. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി പയർ വിത്തിൻ്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. അതാണ് നമ്മുടെ ശരീരത്തിലുള്ള, മനുഷ്യരുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തം. അടുത്തത് നഷ്റോൽ മാന, അർത്ഥം എഴുതാനാണ്. വഫിൽ അർളി ആയാത്തുല്ലിൽ മൂഖിനീൻ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം ഞാൻ പാഠഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇവിടുന്ന് തൊട്ടാണ് ഈ അടയാളിട്ടത് തൊട്ട് ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഇതുവരെ മതി കേട്ടോ. കാരണം ഒരു ആയത്തെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം എഴുതിയാൽ മതി. അടുത്തത് വഫി അംഫുസിക്കും അഫലാ തുബ്സിറൂൻ എന്നതിൻ്റെ അർത്ഥം എഴുതാനാണ്. അത് ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ അടയാളിട്ടത് മുതലാണ്. അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഈ അടയാളിട്ടത് വരെയാണ് കേട്ടോ. അടുത്തത് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർളി എന്നതിൻ്റെ അർത്ഥമാണ്. പാഠഭാഗത്ത് കാണിച്ചു തരാം. ഇതാണ് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർളി എന്ന ആയത്ത്. അതിൻ്റെ തൊട്ട് ഇവിടുന്ന് തൊട്ടാണ് ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവരെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത് തഖ്സീസ് എഴുതാനാണ്. പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആല എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും ഏകനായ സൃഷ്ടാവും പരിപാലകനുമാണ് അല്ലാഹു. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അവൻ
സ്ഥലകാലങ്ങൾക്കും മനുഷ്യബുദ്ധിക്കും അതീതനാണ്. സൂര്യചന്ദ്രന്മാരുടെ ചലനവും പ്രകൃതിയിലെ കൃത്യമായ വ്യവസ്ഥകളും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് തെളിവാണ്. ആരാധനയ്ക്ക് അർഹനായി അവൻ മാത്രമേ ഉള്ളൂ. അടുത്തത്, ആസൂത്രകനില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. പാഠത്തിൽ പറഞ്ഞതുപോലുള്ള ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അവധിക്കാലം കഴിഞ്ഞ് മദ്രസ തുറന്നപ്പോൾ മദ്രസയുടെ കെട്ടിടത്തിനു മുകളിൽ പുതിയ നില പണി നടക്കുന്നുണ്ട്. പണി നടക്കാൻ ആവശ്യമായ കല്ലുകൾ മദ്രസയുടെ മുകളിൽ അട്ടിയിൽ വച്ചിട്ടുണ്ട്. ഉസ്താദ് കുട്ടികളോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് ഇവിടെ എത്തിയത്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് കുട്ടികൾ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരു സാധ്യത പറയാം. ഈ കല്ലുകൾ കല്ല് വെട്ടുന്ന ക്വാറിയിൽ നിന്ന് പറന്നുകൊണ്ട് വന്നതാണ്. ഇത് കേട്ടപാടെ കുട്ടികൾ ആർത്തുചൊരിച്ചു. ഉസ്താദ് ചോദിച്ചു, എന്തു പറ്റി? അങ്ങനെയൊക്കെ ഉണ്ടാകുമോ ഉസ്താദേ? കല്ല് പാറി വരുമോ? കല്ല് കൈകൊണ്ട് പൊക്കാൻ തന്നെ പ്രയാസമല്ലേ? അതെ, പ്രയാസമാണ്, ഉസ്താദ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ. ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സി, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ തുടങ്ങി എന്തെല്ലാമാണ്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതിനൊരു ആസൂത്രകൻ വേണ്ടേ? ഇതിനെല്ലാം പരിപാലിക്കുന്നത് ആരാണ്? സർവശക്തനായ അല്ലാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതോടെ അഫില്ലായി ശക്കും എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലാഹു തആല എല്ലാ കുട്ടികൾക്കും പഠിക്കാനും അതുപോലെ അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അടുത്ത പാഠവുമായി വീണ്ടും വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.